പഴയ സ്ക്രാപ്പായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് തരം ഉപകാരപ്രദമായിട്ടുള്ള ടൂൾസുകളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതുപോലെ ചെയിൻ സോക്കറ്റ് നമ്മൾ ഒഴിവാക്കാറുള്ള വണ്ടിയുടെ ചെയിൻ സോക്കറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഉപകാരപ്രദമായ ഒരു ബെയറിംഗ് പുള്ളർ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കണ്ടോ, 4 കഷ്ണം നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇതിൻ്റെ നടുകിലുള്ള ആ ഒരു റൗണ്ടിന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അപ്പോൾ നടുക്കുള്ള ഈ ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 4 കഷ്ണമായിട്ട് വീണ്ടും കട്ട് ചെയ്യുകയാണ്. മുകളിലുള്ള ആ 2 ഹോൾ വരുന്ന ഭാഗവും ഒരു കഷ്ണമായിട്ടും അടിയിലുള്ള അതേപോലെ തന്നെ ആ ഒരു കഷ്ണവും കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആ ഒരു ചെറിയ കഷ്ണം നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഭാഗമാണ്. അപ്പോൾ ഒരേപോലെയുള്ള 2 കഷ്ണമാണ് നമുക്ക് ഇതിൽ നിന്നും വേണ്ടത്. കണ്ടോ, ഇപ്പോൾ ഒരേപോലെയുള്ള 2 കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാനുള്ളത് ചെയിൻ സോക്കറ്റിൻ്റെ ഈ മെയിൻ പാർട്ടാണ്. ഇതിൻ്റെ ആ കോർണർ വരുന്ന ഭാഗം കറക്റ്റ് നടുവിലായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതിൻ്റെ അടിഭാഗവും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത അതേപോലെ തന്നെയുള്ള 2 കഷ്ണം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇതുണ്ടോ, ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ്. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇപ്പോൾ ഒരേപോലെയുള്ള ഈ 2 കഷ്ണം വീതം നമുക്ക് 4 കഷ്ണം, മൊത്തം 4 കഷ്ണം കിട്ടിയിട്ടുണ്ട്. ഈ അടിയിലുള്ള ഈ മെയിൻ പീസിന് 2 ഹോൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഹോൾ ഇടാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഉണ്ടാക്കിയ ഹാൻഡിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഹോൾ ഇടുന്നത്. ആ ഒരു വീഡിയോക്ക് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു, ഇതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള പാർട്സുകളൊന്നും നമുക്ക് ഹോൾ ഇടാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഹോൾ ഇടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ചെയിൻ സോക്കറ്റിൻ്റെ ഈ കേസൊക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഹോൾ ഇടാനായിട്ട് സാധിക്കും എന്ന് കൂടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സാധാരണ ഹാൻഡിൽ കൊണ്ട് നമുക്ക് തുളക്കാൻ സാധിക്കുന്ന എല്ലാ പാർട്സും നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടും ഹോൾ ഇടാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് അല്പം സമയം വേണ്ടി വരും എന്ന് മാത്രം. ഈ ചെയിൻ സോക്കറ്റിൻ്റെ ഈ പാർട്ടിന് എനിക്ക് 2 ഹോൾ ഇടാനായിട്ട് വേണ്ടി വന്നത് 25 മിനിറ്റ് ആണ്. മൊത്തം 25 മിനിറ്റ് കൊണ്ടാണ് ഈ 2 ഹോൾ ഇടാനായിട്ട് സാധിച്ചത്. അപ്പോൾ സ്ട്രോങ് ആകുന്നതിനനുസരിച്ച് തുളയിടാനുള്ള സമയത്തിൻ്റെ ദൈർഘ്യം കൂടും എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുന്നതിന് ഒരു 2 ബോൾട്ടും 6 ഞെട്ടും നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ അതിൻ്റെ നടുകിലുള്ള ഭാഗം കട്ട് ചെയ്തെടുത്ത് ആ ഒരു ഭാഗത്തിലൂടെ ആ ബോൾട്ട് ഇടാം. അതിനുശേഷം ഒരു ഞെട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിയിലും അതേപോലെ തന്നെ ഒരു ബോൾട്ടും ഒരു ഞെട്ടും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഈ മെയിൻ കേസിനെ അതിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം ഓരോ ഞെട്ട് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു വലിയ ബോൾട്ട് അതിൻ്റെ ഇടയിലൂടെ കറക്റ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇടയിൽ ഓരോ ഞെട്ട് വീതം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും മറ്റേ കേസ് കൂടി അതിലേക്ക് ഫിറ്റ് ചെയ്യുക. ശേഷം നേരത്തെ ഇട്ട പോലെ തന്നെ നെട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. ശേഷം ഈ ബോൾട്ടിനെ അതിൻ്റെ ആ ഇടയിലൂടെ നമുക്ക് ഇറക്കി വെക്കാം. ബോൾട്ടിൻ്റെ ഇടയിൽ ഞാൻ 2 ഞെട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ഞെട്ടിട്ടാലും നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബെയറിംഗ് ഒക്കെ ഊരിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 ബോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഈ ബോൾട്ടിൻ്റെ ഇടയിലിട്ടിട്ടുള്ള ഈ ഞെട്ടിനെ നമ്മൾ ഈ കേസിലേക്ക് ബെൽഡ് ചെയ്ത് ഉറപ്പിക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ബെൽഡ് ചെയ്യുന്നുണ്ട്. കാരണം നന്നായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ബെയറിംഗ് ഒക്കെ ഊരിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ബെൽഡ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ
വെൽഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. ബെയറിങ്ങിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ അടിയിലുള്ള ഒരു ഭാഗം ചെറുതായിട്ട് തടയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം. ബെയറിങ്ങിൽ നിന്ന് പുള്ളർ തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബോൾട്ടിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഈ ഒരു ബെയറിംഗ് ആണ് നമ്മൾ ആദ്യം ഊരാൻ പോകുന്നത്. ഇത് വാട്ടർ പമ്പിൻ്റെ അകത്ത് വരുന്ന ഒരു ബെയറിംഗ് ആണ്. ബെയറിംഗ് പുള്ളർ ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് തെന്നി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു ഇരുമ്പിൻ്റെ പൈപ്പിൻ്റെ കഷ്ണം ഇതിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബെയറിംഗ് പുള്ളർ ഇതിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ഊരി കാണിക്കാം. കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ബോൾട്ടിൽ പിടിച്ച് ഒരു സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ബെയറിങ് പുറത്തേക്ക് തള്ളി വരുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ബെയറിങ് പുറത്തേക്ക് ഊരിപ്പോരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഓരോ ശനിയാഴ്ചകളിലും നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.